ഇപ്പൊ എന്താണ് ജാവാസ്ക്രിപ്റ്റ്, അതിന്റെ കോമൺ യൂസസ് എന്തൊക്കെയാണ്? ജാവാസ്ക്രിപ്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ JS എന്നാണ് അബ്രിവിയേറ്റ് ചെയ്യുന്നത്. അതൊരു ഹൈ ലെവൽ എന്ന് പറയുന്നത് നമുക്ക് മനസ്സിലാക്കാനും റീഡ് ചെയ്യാനും പറ്റുന്ന ഒരു ഹൈ ലെവൽ ആയിട്ടുള്ള ലാംഗ്വേജ് ആണ്. പിന്നെ ഇന്റർപ്രിറ്റഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജസ്റ്റ് ഇൻ ടൈം കമ്പൈൽഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ലൈൻ ബൈ ലൈൻ ആയിട്ടാണ് കോഡ് എക്സിക്യൂട്ട് ചെയ്യുന്നത്. ദാറ്റ് ഈസ് വൈലി യൂസ് ടു ക്രിയേറ്റ് ഇന്ററാക്റ്റീവ് ആൻഡ് ഡൈനാമിക് ബിഹേവിയർ ഓൺ വെബ്സൈറ്റ്സ്. നമ്മുടെ വെബ്സൈറ്റിനകത്ത് ഇന്ററാക്റ്റീവ് ആയിട്ട് നമുക്ക് നന്നായി ഇന്ററാക്ട് ചെയ്യാനായിട്ട്, ലൈവായിട്ട് ഇന്ററാക്ട് ചെയ്യാനായിട്ട് പറ്റുകയും പിന്നെ ഡൈനാമിക് ആയിട്ടുള്ള ബിഹേവിയർ ആയിരിക്കും. അതായത് ആ വെബ്സൈറ്റിന്റെ കണ്ടന്റുകൾ ഇങ്ങനെ മാറിക്കൊണ്ടേയിരിക്കും. അതാണ് ഡൈനാമിക് എന്ന് വെച്ച് കഴിഞ്ഞാൽ ചേഞ്ച് ചെയ്തുകൊണ്ടേയിരിക്കും. അങ്ങനെ ഒരു ബിഹേവിയർ വരുത്താനും സഹായിക്കുന്നതാണ് ജാവാസ്ക്രിപ്റ്റ്. ഇറ്റ് ഈസ് എ കോർ ടെക്നോളജി ഓഫ് ദി വേൾഡ് വൈഡ് വെബ്. വേൾഡ് വൈഡ് വെബിന്റെ ഒരു കോർ ടെക്നോളജി, ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള മെയിൻ ടെക്നോളജിയാണ് ജാവാസ്ക്രിപ്റ്റ് എന്ന് പറയുന്നത്. അലോങ് സൈഡ് HTML എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്ട്രക്ചറിന് വേണ്ടിയും CSS എന്ന് പറഞ്ഞ സ്റ്റൈലിംഗ്. അപ്പൊ HTML CSS പോലെ തന്നെ ഒരു മെയിൻ ടെക്നോളജിയാണ് ജാവാസ്ക്രിപ്റ്റ് എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് കോമൺലി യൂസ്ഡ് ഫോർ ഡെവലപ്പിംഗ് ബോത്ത് വെബ് ആൻഡ് മൊബൈൽ ആപ്ലിക്കേഷൻസിനും വേണ്ടിയാണ്. കോമൺ ആയിട്ട് വെബ് ആൻഡ് മൊബൈൽ ആപ്ലിക്കേഷൻസിന് വേണ്ടിയാണ് JS ഡെവലപ്പ് ചെയ്ത് മെയിൻ ആയിട്ട് യൂസ് ചെയ്യുന്നത്. പിന്നെ ജാവാസ്ക്രിപ്റ്റ് എവിടേക്കാണ് യൂസ് ചെയ്യുന്നത്, ഇങ്ങനെ സ്പെസിഫിക് ആയിട്ട് ചോദിക്കുവാണെങ്കിൽ ജാവാസ്ക്രിപ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഇന്ററാക്റ്റീവ് ആൻഡ് ഡൈനാമിക് ഫങ്ഷണാലിറ്റീസ്, നമ്മുടെ വെബ്സൈറ്റിനെ ഇന്ററാക്റ്റീവും, അതായത് വെബ്സൈറ്റിനെ ഇന്ററാക്റ്റീവ് ആയിട്ട് മാറ്റാനും അതേപോലെ തന്നെ കണ്ടന്റ്സുകളെല്ലാം മാറി മാറി വരുന്ന രീതിയിലാക്കാനുള്ള ഫങ്ഷണാലിറ്റി ആക്കാനായിട്ടാണ് നമ്മൾ JS ഉപയോഗിക്കുന്നത്. അത് വെബ് ബ്രൗസറിനകത്തും യൂസ് ചെയ്യുന്നുണ്ട്, സെർവേഴ്സിനകത്ത് യൂസ് ചെയ്യുന്നുണ്ട്, മൊബൈൽ ആപ്സിനകത്ത് യൂസ് ചെയ്യുന്നുണ്ട്, ഡെസ്ക്ടോപ്പ് ആപ്ലിക്കേഷന് യൂസ് ചെയ്യുന്നുണ്ട്, ഗെയിംസിനകത്ത് യൂസ് ചെയ്യുന്നുണ്ട്, പിന്നെ IoT ഡിവൈസസിനകത്തും യൂസ് ചെയ്യുന്നുണ്ട്. അതാണ് ജാവാസ്ക്രിപ്റ്റ്. ഓക്കെ.